നമസ്കാരം. ചില കേസുകളിൽ കോംപ്രമൈസ് ആയോ എന്ന് കോടതി ചോദിക്കാറുണ്ട്. അപ്രകാരം കോംപ്രമൈസായ കേസുകളിൽ വാദിയും പ്രതിയും തമ്മിൽ ചില കോംപ്രമൈസുകൾക്ക് വിധേയമായിട്ടാണ് കേസുകൾ പോകുന്നത്. നമ്മുടെ രാജ്യത്ത് ചോരപ്പണം നൽകി കേസ് രാജിയാവാനുള്ള സാധ്യത ഇല്ല. പിന്നെ ചില പരാതികളൊക്കെ വ്യാജമായിരിക്കും. അത്തരം ചില പരാതികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ നമുക്ക് പ്രസ്താവിക്കാനുണ്ട്. പിന്നെ വക്കീൽ എപ്പോഴും നല്ല വക്കീൽ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ വക്കീലിന് കേസിനെക്കുറിച്ച് എല്ലാം അറിയാമായിരിക്കണം. കേസ് എങ്ങനെ തീർക്കണമെന്ന് അറിയാമായിരിക്കണം. ഇവിടെ ദിലീപിൻ്റെ കേസിൽ അതിജീവിത വളരെ കാര്യമായി കേസിന് വേണ്ടി നിന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അവരുടെ അഭിഭാഷകയെക്കുറിച്ച് ചില സംശയങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടുമ്പോഴാണ് ഇത്തരം. എന്നിരുന്നാലും അവർക്ക് അപ്പീൽ പോകാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളനുസരിച്ച് തന്നെയാണ് പോകുന്നത് എങ്കിലും പ്രതി കുറ്റവാളിയാണെന്ന് കണ്ടെത്തുക, ഗൂഢാലോചന തെളിയിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെയധികം പ്രയാസമൊന്നുമില്ല. മറക്കപ്പെടുകയാണ് എങ്കിൽ, ഇല്ല കണ്ടില്ല എന്ന് കോടതിയിൽ പറയുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ FIR പറയും പോലെ അല്ല കോടതിയിൽ പറയുന്നതെങ്കിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടും. അങ്ങനെ കേസിലെ പ്രതികൾ രക്ഷപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. രക്ഷപ്പെടാൻ സാഹചര്യങ്ങൾ ഒരുക്കുന്നതോ പോലെ ഒരവസ്ഥയുണ്ട്. കാര്യം നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ചോരപ്പണം അല്ലെങ്കിൽ ബ്ലഡ് മണി കൊടുത്ത് ഒഴിവാക്കുക എന്നില്ല. അതിന് പകരം വാദിപ്രതികൾ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തുകയും അവർ അതിനു വേണ്ടി കോടതിയിൽ അതും പ്രകാരമുള്ള കോടതിയിലുള്ള രേഖകൾ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ കോടതിക്ക് അതിന്മേൽ മാത്രമേ ഒരു വിധി പ്രഖ്യാപിക്കാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നതായിട്ട് അല്ല റിപ്പോർട്ട്. തെളിവുകൾ ബലമായി അല്ലെങ്കിൽ ഏകപക്ഷീയമായി കോടതിയിൽ സമർപ്പിക്കുന്നു. അതിജീവിതയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് എല്ലാ റിപ്പോർട്ടുകളും വരുന്നത്. അതാണ് ഇവിടെ എല്ലാവരെയും സംശയത്തിൻ്റെ മുനയിലും നിർത്തുന്നതും സങ്കടത്തിൻ്റെ മുനയിലും നിർത്തുന്നതും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വരുമ്പോൾ നമ്മുടെ നിയമത്തിൽ തുല്യമായിട്ട് തന്നെ നിൽക്കേണ്ട ഒരവസ്ഥയുണ്ട്. അതായത് വാദിയും പ്രതിയും തുല്യമായി തന്നെ നിൽക്കേണ്ടതുണ്ട്. അവിടെ തുല്യമായിട്ടല്ല നിന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇവിടെ എല്ലാവർക്കും സംശയവും സങ്കടവും ഉണ്ടാകുന്നത്. എന്തായാലും പരാതിക്ക് ഇവിടെ അപ്പീൽ പോകാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായിരുന്നാലും സത്യമേവ ജയതേ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. കോടതിയും അതിനനുസരിച്ച് തന്നെ നീങ്ങണം. നിയമസംഹിതകളും അതിനനുസരിച്ച് നീങ്ങണം. ഇപ്പോൾ കുറ്റം ചെയ്യുന്നവൻ്റെ അവകാശമായിരിക്കണം. അതായത് കുറ്റം ചെയ്യുന്നവൻ്റെ അവകാശമായിരിക്കണം ശിക്ഷ എന്നുള്ള രീതിയിൽ നമ്മുടെ നിയമങ്ങൾ ക്രമീകരിക്കണം. വേണമെങ്കിൽ ബ്ലഡ് മണി കൊടുത്ത് കേസ് സെറ്റിൽ ചെയ്യുന്നുള്ളൊരവസ്ഥ ഉണ്ടാവണം. അപ്പോഴും ചില സംശയങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ അവിടെ മാറ്റി നിൽക്കണം. കാര്യം ഒരാൾ കുറ്റവാളിയല്ല എങ്കിൽ പിന്നെ അവൻ്റെ ഡിജിറ്റൽ ഡയറികളൊന്നും അവൻ്റെ പേര് വരാൻ പാടില്ല. സമൂഹ മാധ്യമങ്ങളിലുള്ള വാർത്തകളൊക്കെ ഡിലീറ്റ് ചെയ്യണം. മറക്കുവാനുള്ള അവകാശം, അതായത് അവൻ കുറ്റവാളിയല്ല, അവൻ നേരത്തെ ഒരു വ്യാജ കുറ്റവാളിയായിരുന്നു, അപ്പോൾ വീണ്ടും സമൂഹത്തിന് മുമ്പിൽ അവൻ കുറ്റവാളിയല്ല എന്ന് മറയ്ക്കുവാനുള്ള അവകാശം, അതായത് മറയ്ക്കുവാനുമുള്ള അവകാശമുണ്ട്. പിന്നെ ചോരപ്പണം കൊടുത്തതാണോ നിങ്ങൾ കേസിൽ നിന്ന് മാറിയത്, കോംപ്രമൈസ് ചെയ്ത് മാറിയതാണോ, അല്ലാതെ യഥാർത്ഥ കുറ്റവാളിയാണോ എന്നൊക്കെ അറിയാനുള്ള അവകാശമുണ്ട്. അതൊക്കെ പ്രതിക്കുമുണ്ട് അവകാശം. അപ്പോൾ ഇത്തരം അവകാശങ്ങളിൽ കൂടുതൽ നല്ല രീതിയിൽ പോകണമെന്നാണ്, കാലത്തിന് അനുയോജ്യമായ രീതിയിൽ മനുഷ്യർക്ക് കൂടുതൽ അവകാശങ്ങൾ കിട്ടുന്ന രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് പോകണം.